അപ്പോൾ ഒരു ദിവസം വൈത്തിരിയിൽ അടിച്ചു പൊളിച്ചിട്ട് അത് മതിയാവായിട്ട് നമ്മൾ രണ്ടാമത്തെ ദിവസം എടുത്ത റിസോർട്ടാണ് ഈ മൊനാൻഡോ റിസോർട്ട് വരുന്നത്. ഇതും വൈത്തിരി തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ കോട്ടേജ് വരുന്നത്, ജാസ്മിൻ കോട്ടേജ്. അപ്പം റൂംസൊക്കെ കുഴപ്പമില്ലാത്തൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൈപ്പായിരുന്നു. 2 റൂംസ് ഉണ്ടായിരുന്നു ഒരു ഇതിൽ. അങ്ങനെ അവിടെ നമ്മൾ സെറ്റിലായി. വന്ന പാടെ കിടന്നുറങ്ങിയതുകൊണ്ട് പിന്നെ കണ്ണു തുറക്കുന്നത് ഈ ഒരു സമയത്താണ്, 7 മണി 7:30 ആ ഒരു ടൈമിൽ. കുട്ടികളെ ആട്ടേണ്ട പ്രായമായി. ഇത് സ്വന്തം ഇരുന്ന് ആട്ടല് വേണ്ട. സോ ഇതാണ് ഇന്നലെ ബാക്കിലെ മുമ്പിൽ ഇരുന്ന് പാർട്ട്നേഴ്സ് ഫോട്ടോ എടുക്കുന്നു, ഇന്ന് പാർട്ട്നേഴ്സ് ഊഞ്ഞാലാടുന്നു. മാളികപ്പുറത്തിൽ ഒരു പേരുണ്ടല്ലോ, ഇല്ല ഞാനിത് അത്രയൊന്നും ബാക്കി ഉണ്ടാവില്ല. ആദ്യത്തിടയിലൊന്നും വീണിട്ടുണ്ടാവും. ഈ റിസോർട്ട് സ്റ്റേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ അത്യാവശ്യം കാണാനുണ്ടെങ്കിൽ സൈറ്റ് സീയിങ് ഒക്കെ കാണാം, പിന്നെ നന്നായിട്ട് ഉറങ്ങുക, നമുക്ക് നല്ല റൂംസൊക്കെ ആണെങ്കിൽ ഇതിൽ നല്ല അത് പിന്നെ വരുന്നതാണ് നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ കോംപ്ലിമെൻ്ററി ആയിരുന്നില്ല, ഡിന്നർ 350 പെർ ഹെഡ് ആയിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡും ആയിരുന്നു. നമ്മൾ വേണ്ടത്ര നിനക്ക് അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ എണീച്ചു. 8:30 എണീക്കണം, കാരണം 9 മണി വരെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്. അപ്പം എനിക്ക് ഭയങ്കര താല്പര്യമാണ് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. കാരണം എന്തെങ്കിലും മീൻസ് കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കാൻ ഒരു അടിപൊളിയാണ്. പക്ഷേ എൻ്റെ എക്സ്പെക്റ്റേഷനൊത്ത് വന്നില്ല. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഇല്ലതൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് ബ്രെഡും ജാമും ബട്ടറും ഓംലേറ്റും ഞാനൊരു 3 റൗണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ജ്യൂസും ചായയും കോഫിയും കൂടി എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എടുത്തില്ല. പിന്നെ ഇഡ്ഡലി സാമ്പാർ ഞാനൊരു ഫ്ലാഗ് പോലെ 3 കളേഴ്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അങ്ങ് നടന്നു. ഇനിയിപ്പോൾ ഒന്ന് നിന്ന് തിരിയുമ്പോഴേക്കും നമ്മൾ വെക്കേറ്റ് ചെയ്യേണ്ട ടൈമാവും. അപ്പം പിന്നെ പുറത്ത് അത്യാവശ്യം ഒന്നും കാണാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്ന് തിരിഞ്ഞു. അങ്ങനെ നമ്മൾ പോവുകയാണ്. ഇനി എൻ്റെ പ്രതീക്ഷ അടുത്ത ഫുഡ് കഴിക്കാൻ പോകുന്ന സ്പോട്ടിലാണ്. അപ്പോൾ നമ്മൾ 1980s പോയിട്ടുള്ളത്. അത് നമ്മൾ അബു സലീമിൻ്റെ മോൻ്റെ ഒരു നൊസ്റ്റാൾജിക് റെസ്റ്റോറൻ്റാണ്. അപ്പം പറഞ്ഞ പോലെ നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന ഒരു തറവാട് ഫീലൊക്കെ ആയിരുന്നു. അവിടെ പോയി നല്ല ചട്ടിച്ചോറും നല്ല സദ്യയും മട്ടൻ ബിരിയാണിയൊക്കെ നമ്മളങ്ങ് വെച്ച് മാറി കഴിച്ചിട്ടുണ്ട്. ചട്ടിച്ചോറിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. ഞാൻ ഇത്രയും ആസ്വദിച്ച് കഴിച്ചൊരു ചട്ടിച്ചോറ് വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല. യെസ്, അതിതാണ് മട്ടൻ ബിരിയാണി. പിന്നെ നമ്മൾ ബിനു പപ്പുനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത പടത്തിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ പറ്റി അറിയില്ലല്ലോ. സാരല്ല, നിന്നെ ഞാൻ കാശ് മുടക്കിയിട്ട് അടുത്ത ബാബു ആന്റണി നിന്നെ ഞാൻ കാശ് മുടക്കിയിട്ട് ഞാൻ നിന്നെ കാശ് ഇതുവരെ ആക്കിയൊന്നും പോരാ. സ്ഥലം ഞാൻ നിന്നെ കാശ് മുടക്കി നിന്നെ ആക്ടിങ് സ്കൂളിൽ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നെങ്കിൽ ഞാൻ നിന്റെ ആന്റണി പെരുമ്പോൾ ബറോസിലെ അടുത്ത മോനാന്ന് കേട്ടു. സെക്കൻഡ് പാർട്ടില് വിളിക്കാൻ വലിയ പാടാ. എന്നെ PRP ചെയ്ത് മീശ വെച്ചാൽ എനിക്ക് ആ ലുക്ക് വരും. ഏത് ലുക്ക്? സൈറസിന്റെ ബ്ലൂട്ടാത്തോണം PRP ചെയ്ത് മീശ വെക്കണം, ജോലൈൻ ഉണ്ടാക്കണം. പിന്നെ ഹൈറ്റ് ഉണ്ട്, മറ്റേ ബോഡി കണ്ടില്ല. ബോഡി ഉണ്ടാക്കിയ ഉണ്ടാക്കണം. പക്ഷേ ഒരുപാട് ഉറപ്പ് 40 ലക്ഷം 40 ലക്ഷം ഉറപ്പ് ഇപ്പൊ കൊടുക്കും. മോഹൻലാലിനെ അഭിനയിപ്പിക്കാനാണെങ്കിൽ ബറോസിൽ എത്ര വാങ്ങിക്കുന്നത്? ഇത് മാക്സിമം നമുക്ക് എത്തിക്കാം. നിങ്ങൾക്ക് വരട്ടെ, അവസരം ഉണ്ടാവട്ടെ, അടുത്ത സൈറസ് ഉണ്ടാവട്ടെ. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഒരു കാട്ടിലേക്കാണ്. ആക്ച്വലി അതൊരു കാട് വെട്ടിത്തെളിച്ചടുത്ത സാധനം ഉണ്ടാവാൻ പോവാണ്. ഇവരൊരു ക്ലയൻറ്റിനെ കാണാൻ പോയതാണ്. അപ്പം അടിപൊളിയായിരുന്നു ആ സ്ഥലം. അതായത് ഇപ്പം അറ്റ് പ്രസൻറ്റ് നല്ല രസമുണ്ട്, ഫുൾ കാടാണ്, നടുക്കൊരു വഴി. പക്ഷേ ഇതെന്തൊക്കെയോ ആയി മാറും, റിസോർട്ടൊക്കെ ആവാൻ പോവുകയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ഞാൻ ഗൂഗിൾ മാപ്പിൽ അടിച്ചിട്ട് പോലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതൊന്നുകൂടെ ഒന്ന് തപ്പി നോക്കണം. ആൻഡ് ഇതാണ് വഴി.
ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ മല കയറേണ്ടി വരുമെന്ന്. അതുകൊണ്ട് കുറച്ച് ഞാൻ കഷ്ടപ്പെട്ടു. എന്നാലും പിന്നെ കുറേ ഗുഹകളൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ ഗുഹകളൊക്കെ. അതിൽ കുറേ മരങ്ങളൊക്കെ ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം, അടിപൊളിയാണ്. ഒരു ദിവസം ഇതിനായിട്ട് വരണം. വൈകിയാണെങ്കിലും ഞാൻ സത്യം തിരിച്ചറിഞ്ഞു. കുറച്ച് നടക്കുമ്പോഴേക്കും ഞാൻ കിതക്കാൻ തുടങ്ങി. എനിക്ക് നടക്കാനൊന്നും പറ്റുന്നില്ല. അവിടെ നിന്ന് തിരിച്ചു വന്ന് നേരെ വന്നത് ഇതേ ഈ ചായയും കടിയൊക്കെ കഴിക്കാനാണ്. പിന്നെ നമ്മൾ മടങ്ങി രാത്രി ആകുമ്പോഴേക്ക് തിരിച്ചെത്തേണ്ടതാണ് കാഞ്ഞങ്ങാടേക്ക്. അങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് നല്ല രസമായിരുന്നു വൈകുന്നേരം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ പോവാണ്. ഇനി തലശ്ശേരിയിൽ ഒന്ന് പോകണം. തലശ്ശേരിയിൽ നിന്ന് നേരെ കാഞ്ഞങ്ങാട്, അതാണ് പ്ലാൻ. സോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കൂത്തുപറമ്പിൽ ഈ സാധനം ട്രൈ ചെയ്യാനായിരുന്നു. ബെറി മലൈ. ബെറിയോടെ കഴിക്കാൻ പോവാണ് ഞാൻ. ഇതിൽ ബ്ലൂബെറീസ് ആൻഡ് സ്ട്രോബെറീസ് ഉണ്ട്. അപ്പോൾ ബാക്കി ക്രീമാണ്, ക്രീം. അപ്പം സാധനം അടിപൊളിയായിരുന്നു. പാലിഷ്ടമില്ലാത്തവൻ്റെ കീറി അടിക്കുന്നത് കണ്ടോ, ഫ്രഷ് ക്രീമായോണ്ടാണ്. പക്ഷെ ഞാനും ട്രൈ ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എപ്പോൾ ഷുഗർ കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാലും ഇതുപോലത്തെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ മുമ്പിൽ വന്നാൽ എങ്ങനെ തിന്നാണ്ടിരിക്കും? പറയൂ. ഞാനിങ്ങനെ പരിസരം മറന്ന് ഞാൻ തിന്നു. അത്രയും ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും ഈ യാത്ര തുടർന്ന് നമ്മൾ കണ്ണൂരെത്തി. ഇവിടെ സെക്യൂര മോളിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ തട്ടുകടയിൽ കയറി. അവിടെ പോയി ചിക്കൻ പുട്ട് മിക്സും കൂന്തൽ മിക്സും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. എൻ്റെ പ്ലേറ്റിലുണ്ടായിരുന്ന ചിക്കൻ മിക്സ് ഞാൻ അങ്ങനെ തന്നെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ചിക്കൻ പൊരിച്ചൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നല്ല ലേറ്റ് ആയതുകൊണ്ടോന്ന് തോന്നുന്നു, കഴിക്കാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ കുറച്ച് കഴിച്ചു. അപ്പം കാണാം.